ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു ഉദ്യാനത്തിലൂടെ നടക്കുകയായിരുന്ന ഒരാൾ ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ചിത്രശലഭത്തിന്റെ കൊക്കൂൺ കണ്ടു. ആ കൊക്കൂണിലെ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തു കടക്കാൻ ഒരു കുഞ്ഞു ചിത്രശലഭം മണിക്കൂറുകളോളം കഠിനമായി പരിശ്രമിക്കുന്നത് അയാൾ കൗതുകത്തോടെ നിരീക്ഷിച്ചു. നിസ്സഹായമായ ആ ശലഭത്തിന്റെ പിടച്ചിൽ കണ്ട് അയാൾക്ക് അതിനോട് അലിവ് തോന്നി. ആ ചിത്രശലഭത്തിന് ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അതിന്റെ പരിശ്രമം വൃഥാവിലാണെന്നും അയാൾ കരുതി. സഹായിക്കണമെന്ന ആഗ്രഹത്തോടെ അയാൾ ഒരു കത്രിക എടുത്ത് ആ കൊക്കൂണിന്റെ വശങ്ങൾ പതുക്കെ മുറിച്ചു മാറ്റി. ഒരു തടസ്സവുമില്ലാതെ ആ ചിത്രശലഭം പെട്ടെന്ന് പുറത്തു വന്നു. എന്നാൽ പുറത്തു വന്ന ശലഭത്തെ കണ്ട് അയാൾ അമ്പരന്നു. അതിന്റെ ശരീരം വീർത്തതും ചിറകുകൾ വിടരാതെ ദുർബലവുമായിരുന്നു. ചിറകുകൾ വിടർന്ന് അത് വൈകാതെ പറന്നുയരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. ആ ശലഭത്തിന് ഒരിക്കലും പറക്കാൻ സാധിച്ചില്ല. ജീവിതകാലം മുഴുവൻ ആ ജീവിക്ക് മണ്ണിൽ നിറങ്ങി നീങ്ങേണ്ടി വരും. പ്രകൃതിയുടെ നിഗൂഢമായ ആ നിയമം ആ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല. കൊക്കൂണിലെ ചെറിയ ദ്വാരത്തിലൂടെ കഠിനമായി പ്രയത്നിച്ച് പുറത്തു വരുമ്പോൾ മാത്രമേ ചിത്രശലഭത്തിന്റെ ശരീരത്തിൽ നിന്നുള്ള ജീവരസം അതിന്റെ ചിറകുകളിലേക്ക് പ്രവഹിക്കുകയുള്ളൂ. ആ കഷ്ടപ്പാടാണ് ചിറകുകളെ പറക്കാൻ പാകത്തിൽ ശക്തിപ്പെടുത്തുന്നത്. ആ പോരാട്ടം ഒഴിവാക്കി കൊടുത്തതിലൂടെ ആ മനുഷ്യൻ ശലഭത്തിന് നൽകിയത് സഹായമല്ല, മറിച്ച് എന്നേക്കുമുള്ള ബലഹീനതയായിരുന്നു. ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിബന്ധങ്ങളും കഷ്ടപ്പാടുകളുമാണ് യഥാർത്ഥത്തിൽ നമ്മെ വളർത്തുന്നത്. പോരാട്ടങ്ങളില്ലാത്ത ജീവിതം നമ്മെ ദുർബലരാക്കും. കഠിനമായ വെല്ലുവിളികളില്ലായിരുന്നുവെങ്കിൽ വിജയത്തിന്റെ ഉയരത്തിലേക്ക് കുതിക്കുവാനുള്ള ആന്തരിക ശക്തി ആർജിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു. ഓരോ പ്രതിസന്ധിയും നാം പറന്നുയരാൻ പോകുന്നതിന്റെ മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകളാണ്. കൊക്കൂൺ എന്നത് കഠിനതരമായ ഒരു അവസ്ഥയാണ്. എന്നാൽ അത് സ്വയം മറികടക്കുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാകൂ. ജീവിതത്തിലെ കഷ്ടതകളാകുന്ന കൊക്കൂണുകളെ ഭയന്ന് പിന്മാറാതെ അവയെ ആത്മവിശ്വാസത്തോടെ കീറിമുറിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അത്രയുമല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിഞ്ഞ് നാം കഷ്ടതകളിലും പ്രശംസിക്കുന്നു എന്ന് റോമർ 5:34 പറയുന്നു. ജീവിതത്തിലെ കഷ്ടതകളെ ഭയന്ന് എല്ലാം സുഗമമാക്കാൻ ശ്രമിച്ചാൽ നാം സ്വയം ബലഹീനരാകുകയാണ് ചെയ്യുന്നത്. പരീക്ഷണങ്ങൾ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണത്തെ പോലെ നമ്മെ മാറ്റും. അതിനാൽ വെല്ലുവിളികളെ ഭയപ്പെടാതെ അവ നമ്മെ കരുത്തരാക്കാൻ ദൈവം അനുവദിച്ച അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രത്യാശയോടെ മുന്നേറാം. കഠിനമായ പാതകളാണ് പലപ്പോഴും മനോഹരമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിടരും വയൽപ്പൂ പോലെ കൊഴിഞ്ഞാലുമൊടുവിൽ മമ ജീവസുമം വീണ്ടും വിടരും. നിഴലുപോൽ മറയുമീ ജന്മമെന്നാലും തെളിയുമെൻ രൂപമാ കരതലങ്ങളിലാ നിരുപമം